പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം മുൻപ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് ഈ കൊരട്ടിയിലാണ്, അങ്കമാലി കൊരട്ടി. അപ്പോൾ ഞാൻ അവിടെ ഒരിക്കൽ ചെന്ന സമയത്ത് 2 സിസ്റ്റർമാർ അവിടെ വന്നിരിക്കുകയാണ്. അതിലൊരു സിസ്റ്ററിനെ എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വൈദികനകം പഠിച്ച സമയത്ത് പരിചയമുള്ള ഒരു സിസ്റ്ററാണ്. ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്. അപ്പോൾ അവരോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളിവിടെ വന്നത് അച്ഛന്മാർ വഴി ഞങ്ങളുടെ സഭയിലേക്ക് കുറച്ച് ദൈവവിളി കിട്ടുവാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ 28 വർഷമായി അവരുടെ സഭയിൽ അവർക്ക് പുതിയ ഒരു ദൈവവിളി കിട്ടിയിട്ടില്ല. 28 കൊല്ലമായി. ഒരു കാൻഡിഡേറ്റ്, ഒരു അർത്തിനി അവരുടെ സന്യാസ സഭയിൽ ചേർന്നിട്ട് 28 കൊല്ലമായിട്ട് ഒരു പുതിയൊരു കാൻഡിഡേറ്റിന് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവിളി എത്രമാത്രം ഒരു പ്രതിസന്ധിയിലാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. കരമുയർത്തിയെന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി കൺവെൻഷനിലായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് നാളെ വൈദികരും സമർപ്പിതരും നമ്മൾ ഓർത്ത് നോക്കുക, നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് നമ്മളെ പരിശീലിപ്പിച്ചതാരാണ്? സിസ്റ്റേഴ്സാണ്. നമുക്ക് കൂദാശകൾ നൽകുവാനായിട്ട് മാമോദീസ മുതൽ വൈദികരാണ്. ഈ ദൈവവിളികൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? നമ്മൾ ചിന്തിക്കണം. അതൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മളിപ്പോൾ ഒരു തിരുവചനം വായിച്ചു കേട്ടു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വചനം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മത്തായി 14:14. അവിടെ പറയുകയാണ്, യേശു കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുള്ള രോഗികളെ അവൻ സുഖപ്പെടുത്തി. നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള ഒരു ചെറിയൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് ഈ വൈകുന്നേരം ആദ്യത്തെ ഒരു കുറച്ച് സമയം കേൾക്കുക. കർത്താവ് ആരാണ്? കർത്താവ് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? ബൈബിളൊക്കെ ധാരാളം പേര് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പല സ്ഥലങ്ങളിലായി നമ്മുടെ ദൈവം ആരാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും. പലപ്പോഴും ദൈവം ആരാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കുറയുകയും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ദൈവികമായ കാര്യങ്ങളോട് നമുക്ക് ഒരു ഇൻട്രസ്റ്റും താല്പര്യവും കുറയുന്നത്. എന്നാൽ കർത്താവ് ആരാണെന്നുള്ളൊരു ബോധ്യം നിരന്തരം നമ്മുടെ ഉള്ളിൽ കത്തി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ വരിക, കർത്താവിനോട് കാര്യങ്ങൾ പറയുക, ദൈവാനുഗ്രഹം പ്രാപിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടി എളുപ്പമായിരിക്കും, താല്പര്യമായിരിക്കും. കരമുയർത്തി എല്ലാവരും നല്ല ഉറക്കി എന്ന് പറഞ്ഞു ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ എന്ന് പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോടെ എന്ന് പറയാം നമുക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവവും പ്രത്യാശയുടെ ദൈവമാണ്. നമ്മൾ കർത്താവിന് മുമ്പിലിരിക്കും മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രത്യാശയും കൂടി കളയുന്ന തരത്തിലുണ്ടാവും. അതായത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരൻ്റെ, എൻ്റെ ബ്രദറിൻ്റെ ഭാര്യയുടെ അമ്മ പള്ളിയിൽ പോയതാണ്. പള്ളിയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവർ കയറാനായിട്ടുള്ള ഒരു വണ്ടിയിലേക്ക് കയറാനായിട്ട് റോഡ് ക്രോസ് ചെയ്താണ്. അപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ച് തെറിച്ചുപോയി. എന്ത് സംഭവിച്ചു? അന്ന് ബോധം പോയതാണ്. പിന്നെ 20 ദിവസം കഴിഞ്ഞാണ് ചെറിയ രീതിയിൽ ബോധം തെളിഞ്ഞത്. പക്ഷെ എന്നാലും ആളെ കണ്ട മനസ്സിലാകുന്നില്ല, ഓർമ്മയില്ല. ഇങ്ങനെ 10-15 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. അതിനുശേഷം ICUയിലേക്ക് മാറ്റി. ഈ കഴിഞ്ഞ ദിവസമാണ് മുറിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ വിളിച്ചൊക്കെ കഴിഞ്ഞിട്ട്, ലില്ലി എന്നാണ് പേര്, ലില്ലിയമ്മ എന്നൊക്കെ ഇങ്ങനെ നോക്കും. ഒരു കണ്ണ് അടഞ്ഞിരിക്കുന്നു, ഒരു കണ്ണ് ഇങ്ങനെ തുറന്ന് ചെറുതായിട്ട് നോക്കും. ഒരനക്കവും ഇല്ല. നമ്മളെ മനസ്സിലാവുന്നുണ്ടോ? ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ആശുപത്രി കിടക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു മനുഷ്യന് ചിലപ്പോൾ എന്താ തോന്നുക? പള്ളിയിൽ പോയാൽ ഇങ്ങനെയാണ് അവസ്ഥ. അങ്ങനെയാണ് ചില ആൾക്കാർ പറയുക. പള്ളിയിൽ പോയിട്ട് ഇങ്ങനെയാണ്, പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ആദ്യം തന്നെ പിശാച് നമ്മുടെ വിശ്വാസത്തെയാണ് തട്ടിക്കളയാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇതിനെല്ലാം പോയിട്ട് ഇങ്ങനെയാണ്. നമ്മുടെ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം പ്രിയപ്പെട്ട ജിൻസച്ചൻ ഇവിടുന്ന് പറഞ്ഞില്ലേ, ഒരു ആരോഗ്യത്തിൻ്റെതായ കാര്യത്തിൽ ഒരു ശുശ്രൂഷ തുടങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ശരീരത്തിൽ ചിലപ്പം വരും.
2 സഹോദരിമാരെ നമ്മുടെ കൺവെൻഷന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അപ്പോൾ ഇതാ അവരെ കൂട്ടുവാനായിട്ട് വന്ന വാഹനത്തിന് ചെറിയൊരു അപകടം സംഭവിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്ത് ചിന്തിക്കും? ഈശോയുടെ കാര്യത്തിന് ഒരു ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ പോയാലും ഇങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് കാര്യം നടന്നാലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത ആദ്യം തന്നെ തന്ന് വിശ്വാസത്തെ താഴ്ത്താനായിട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ താഴ്ത്താനായിട്ട്, കുറയ്ക്കാനായിട്ട് പരിശ്രമിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കർത്താവ് നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു ദൈവമല്ല, പ്രത്യാശയുടെ ദൈവമാണ്. ഇതിനെക്കുറിച്ച് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. പ്രത്യാശയുടെ ദൈവം നമുക്ക് എന്താ തരിക? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ല വചനമാണ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 13. അവിടെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്, ആ തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രത്യാശയുടെ ദൈവം. നമ്മുടെ ദൈവം എന്ത് ദൈവമാണ്? പ്രത്യാശയുടെ ദൈവം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് തരാൻ ശക്തിയുള്ളവൻ, ആഗ്രഹിക്കുന്ന തരാൻ ശക്തിയുള്ളവൻ. വിശ്വാസത്തിന്റെ നിർവചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വിശ്വാസത്തിന്റെ നിർവചനം പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ചോദിക്കുന്നത് തരും. അതാണ് പ്രത്യാശയുടെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എന്താണ് പ്രത്യാശയുടെ ദൈവം എന്ത് ചെയ്യും? പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ. ദൈവം പ്രത്യാശയുടെ ദൈവമാണ്, പക്ഷെ ദൈവം നമുക്ക് കാര്യങ്ങൾ തരുന്നത് നമ്മുടെ വിശ്വാസം നോക്കിയിട്ടാണ്. റോമാലേഖനം 15-13 അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. ചെറിയൊരു അളവിലല്ല തരാനായിട്ട് പൗലോസ് പറയുന്നത്. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സമാധാനവും സന്തോഷവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഇതാണ് പറയുന്നത്. ചെറിയ സന്തോഷവും ചെറിയ സമാധാനമല്ല, സകല സന്തോഷവും സകല സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. ഈ ദൈവം നമ്മളെ നിറയ്ക്കുന്നത് എപ്പോഴാണ്? നമ്മൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഇരിക്കുമ്പോഴാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് പറയുകയാണ്, ആ വചനം തീർന്നിട്ടില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ചു നേരം പ്രത്യാശ ഉണ്ടാവും. ഒരു നെഗറ്റീവ് കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ, പെട്ടെന്ന് തന്നെ ആ ഉള്ള പ്രത്യാശ പിശാച് എടുത്തു മാറ്റുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ലെങ്കിൽ അനേകര് പെട്ടെന്ന് അങ്ങോട്ട് വീണു പോകും. പെട്ടെന്ന് തന്നെ മനസ്സിൽ പറയും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ നീക്കാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ ചിന്ത വരും. ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നീക്കാൻ നമ്മൾ തുടങ്ങും. പിന്നെ കൂടുതൽ തകർച്ച വരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, പ്രത്യാശയുടെ ദൈവം എല്ലാ സമാധാനവും എല്ലാ സന്തോഷവും കൊണ്ട് നമ്മളെ നിറയ്ക്കും. കരമുയർത്തി ഉറക്കം പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ പറയും നമുക്ക് ഹല്ലേലൂയ. ശക്തിയോടെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം പ്രിയപ്പെട്ടവരെ പ്രത്യാശിക്കുന്നവ തരുന്ന ഒരു ദൈവമാണ്. പ്രത്യാശിക്കുന്നവ ദൈവം തരും. ഏത് മോശപ്പെട്ട സ്ഥിതിയിലും കർത്താവ് നമുക്ക് പ്രത്യാശിക്കുന്നവ ദൈവം നമുക്ക് തരും. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷൻ നടക്കുന്നത് പാലായിലാണ്. പാല നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണ്. പാലാ കൺവെൻഷൻ നടക്കുകയാണ്. വലിയ ക്രമീകരണമാണ്. അവിടെ സെൻറ് തോമസ് എന്ന് പറയുന്ന വലിയൊരു കോളേജ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ മുഴുവൻ ഇതുപോലെ പന്തലിട്ട് അവിടെ കൺവെൻഷൻ തുടങ്ങിയിട്ട് 40 വർഷമായി. ഒരു 3 വർഷം മുൻപാണ് കൺവെൻഷൻ നടക്കുക. അപ്പോൾ ധാരാളം വൈദികര്, ശുശ്രൂഷകര്, ഇതെല്ലാം രാവിലെ തൊട്ട് കുമ്പസാരം, പ്രാർത്ഥന, പിന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമാണ് ഇതുപോലെ ഈ സമയം, വൈകുന്നേരങ്ങളിലാണ് കൺവെൻഷൻ. പകൽ സമയത്ത് പ്രാർത്ഥനകൾ, കുമ്പസാരം, കൗൺസിലിംഗ്, ഇങ്ങനെ പല ശുശ്രൂഷകൾ നടക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവർ ആ പാലാ പരിസരത്ത്, കോട്ടയം ജില്ലയിൽ പാലാ പരിസരത്തുള്ള ജീവിക്കുന്ന ഒരു ചേച്ചിയാണ്.
ഈ ചേച്ചി എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. എന്നിട്ട് ഈ സഹോദരി, ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കുറച്ച് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഈശോ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം, ഒരു സാക്ഷ്യമായി എനിക്ക് അച്ഛനോടൊന്ന് പറയണം. അതിനുശേഷം അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈ ചേച്ചി പറയാൻ തുടങ്ങി. 4 മക്കളാണ് ഈ ചേച്ചിക്കുള്ളത്, 4 പെൺമക്കൾ. 4 മക്കളും നല്ല കുട്ടികളാണ്, നല്ല പ്രാർത്ഥനയും നന്നായിട്ട് നല്ല മിടുക്കികളായിട്ടുള്ള മക്കളാണ്. വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അങ്ങനെ അതിലെ 3ാമത്തെ മകൾ, ആ കുടുംബത്തിലെ 4 മക്കളിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനാ ചൈതന്യമൊക്കെയുള്ള കുട്ടിയാണ്. അവൾ സ്കൂളിലത്തെ പഠനമൊക്കെ പൂർത്തിയാക്കി, +2 കഴിഞ്ഞു, നേഴ്സിംഗ് പഠിക്കുവാനായിട്ട് ചേർന്നു, നേഴ്സായി. അതിനുശേഷം 1 വർഷം ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തു. അതിനുശേഷം അവൾ ജർമ്മൻ ഭാഷ പഠിക്കുകയാണ്. അപ്പോൾ പാലായുടെ അടുത്ത് ഭരണങ്ങാനം അൽഫോൻസാമയുടെ ആ സ്ഥലത്ത് നമ്മുടെ കപ്പൂച്ചിൻ അച്ഛന്മാരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം. അവിടെ പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1.5 മാസം പഠിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു അസുഖം ഈ പെൺകുട്ടിക്ക് വന്നു. അസുഖത്തിൻ്റെ പേര് അന്ന് എന്നോട് പറഞ്ഞിരുന്നു, അത് ഞാൻ മറന്നുപോയി. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമല്ല, ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ്. ഈ വിവരം അറിഞ്ഞു. അധികം വൈകാതെ തന്നെ ഈ കുട്ടിക്ക് പഠനം നിർത്തേണ്ടതായിട്ട് വന്നു. ആശുപത്രിയിൽ അഡ്മിറ്റായി, ബെഡ് റിഡണായി. പേര് ഞാൻ മറന്നുപോയി. വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു രോഗം. ഉടനെ തന്നെ ഈ കുട്ടി, പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് തന്നെ ഇവൾക്ക് വലിയ പ്രയാസമായി. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ മിഷൻ ലീഗിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു. കോളേജിൽ പഠിച്ച സമയത്ത്, ഈ നഴ്സിംഗ് പഠിച്ച സമയത്തും അതിനുശേഷവുമെല്ലാം ജീസസ് യൂത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഈ കുട്ടി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവളുടെ മനസ്സിലെ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഈശോയോട് ഇത്രയും ചേർന്ന് ജീവിച്ചിട്ടും അനേകം കുട്ടികളെ വിശ്വാസവും നഷ്ടപ്പെടുത്തി പലതരത്തിലുള്ള തെറ്റുകളിൽ കഴിഞ്ഞിട്ടും ഞാൻ അങ്ങനെയൊന്നും പോകാതെ ഈശോയോട് ഇത്രയും വിശ്വസ്തത കാണിച്ച് ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ചികിത്സ പോലും ഇല്ലാത്ത രോഗം എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? അത് അവൾക്ക് എത്ര ചിന്തിച്ചിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ഇവളെ ആരും സന്ദർശിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമില്ല, ആരും വന്ന് കാണുന്നൊന്നും ഇഷ്ടമില്ല. അമ്മ മാത്രം അടുത്തുള്ളപ്പോൾ കുഴപ്പമില്ല, ബാക്കി ആരും, വീട്ടിലുള്ള ബന്ധുക്കളെ പോലും കാണാനായിട്ട് ഇവൾ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ കിടക്കുകയാണ്. നല്ല ദേഷ്യവും സങ്കടവും നിരാശയും എല്ലാം ഈ കുട്ടിയെ പിടികൂടി. കാരണം ചികിത്സ പോലും ഇല്ല, ഇതൊരു റയർ, ഒരു അപൂർവമായിട്ടുള്ള രോഗമാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിയുടെ അമ്മ ഇവളുടെ അടുത്ത് വന്ന് ഇവളുടെ സംസാരിച്ച് ശക്തിപ്പെടുത്തും. അമ്മ പറയും, മകളെ, മോളെ, നീ പേടിക്കണ്ട, ധാരാളം പേർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അനേകം ധ്യാന കേന്ദ്രങ്ങളിൽ വിളിച്ച് നിന്റെ വിഷമം പറഞ്ഞിട്ടുണ്ട്. ആ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അനേകം പേര് നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം അച്ഛന്മാരെ പരിചയമുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ കുർബാന അർപ്പിക്കുമ്പം നിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് മോൾ ഒരിക്കലും നിരാശപ്പെടണ്ട, ഈശോ നിന്റെ കാര്യത്തിൽ ഇടപെടും. ഇങ്ങനെ നിരന്തരം പറഞ്ഞ് ഈ മകളെ ഈ സ്വന്തം അമ്മ ശക്തിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്കുക. ഈ അമ്മയും കൂടി ആ കുട്ടിയോട് നെഗറ്റീവ് പറഞ്ഞു കൊടുത്താലോ? ശരിയാണ്, നീ ഇപ്പോൾ എന്താണ്, നീ ഇത്രയും നന്നായിട്ട് എന്നാലും ഇങ്ങനെ 2 നെഗറ്റീവും കൂടി അമ്മ പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് അനേകർ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സാക്ഷി നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഞെരുക്കം വരുമ്പോൾ നമ്മൾ പോയിട്ട് കുറെ നെഗറ്റീവും കൂടെ പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ ശക്തിപ്പെടുത്തണം. ഈശോ പറഞ്ഞിട്ടുണ്ട്, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള വചനങ്ങൾ, നിന്റെ വിശ്വാസം കുറയാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു ചെന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഇതാണ് പറയുന്നത്, ശക്തിപ്പെടുത്തണം. പിന്നെ അനേകം പേരുടെ ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഉള്ള ശക്തിയും കൂടി അവരുടെ വാക്കുകൊണ്ട് എടുത്തു കളയുന്ന രീതിയിലുള്ള വർത്തമാനമാണ് പോയിട്ട് പറയുന്നത്. എന്നാലും നിനക്കിങ്ങനെ വന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു പള്ളിയിൽ ധ്യാനമായിരുന്നു. കോട്ടയത്തിനടുത്തുള്ള ഒരു പള്ളിയിൽ, ഒരു ഇടവക പള്ളിയിൽ ധ്യാനമായിരുന്നു വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം, നമ്മുടെ ഇവിടെ പല അച്ഛന്മാരും ഓരോ ദിവസവും പിതാക്കന്മാരും അച്ഛന്മാരൊക്കെ കുർബാനയ്ക്ക് വരുന്ന പോലെ ഒരു ദിവസം ഒരു അച്ഛൻ കുർബാനയ്ക്ക് വന്നു. എനിക്ക് ആ വൈദികനെ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ ആ അച്ഛൻ എന്നോട് സംസാരിച്ച സമയത്ത് അച്ഛൻ ഒരു കാര്യം പറഞ്ഞത് എങ്ങനെയാണ്, ആ അച്ഛൻ്റെ പള്ളിയിൽ
ഒരു വലിയ ഫൊറോന പള്ളിയാണ്. അവിടെ നിർധനരായ 5 യുവതികളെ പള്ളിയിൽ നിന്ന് സഹായിച്ച് അവരുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. 5 നിർധന കുടുംബങ്ങളിൽ വിവാഹം നടത്തി കൊടുത്തു. അങ്ങനെ 5 കുടുംബങ്ങൾ വിവാഹം നടത്തി. അതിനുശേഷം ഒരു ദിവസം ഈ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയോട് ഒരു പ്രായമായ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മോളെ, 5 പേരുടെ കല്യാണം ഒരുമിച്ച് നടന്നതാണ്, 4 പേർക്ക് നല്ല ചെറുക്കനെ കിട്ടി, നിനക്ക് മാത്രം ഇങ്ങനെയായി പോയല്ലോ. ഒരു വാക്കങ്ങോട്ട് പറഞ്ഞാണ്, നിനക്ക് മാത്രം ഇങ്ങനെയായി പോയല്ലോ. ഒന്നും ആയിട്ടില്ല, ഒരഭിപ്രായം അങ്ങോട്ട് നടത്തിയതാണ്. എന്ത് സംഭവിച്ചെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ പെൺകുട്ടി ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി. ഒരു സ്ത്രീയുടെ അഭിപ്രായമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പറയുന്ന വാക്ക് എന്തുമാത്രം മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിസ്സാരമായ കാര്യമല്ല. വാ തുറക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് പറയരുത്. പ്രത്യാശയില്ലാത്ത വാക്കുകൾ നമ്മൾ പറയരുത്. പ്രത്യാശ കുറഞ്ഞിരിക്കുന്ന മനുഷ്യന് കുറച്ചും കൂടി ശക്തിപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പോലും കർത്താവ് സഹായിക്കും. നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഇന്ന് അനേകരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഉള്ള പ്രതീക്ഷയും കൂടി കളയുന്ന വർത്തമാനം പറയുക എന്നുള്ളതാണ്. ഈ അമ്മ, ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞ ആ ചേച്ചി അങ്ങനെയല്ല. മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, നീ വിഷമിക്കരുത്, അനേകർ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഈശോ നിന്റെ കാര്യത്തിൽ ഇടപെടും. ഇതെല്ലാം ഇവള് കേൾക്കും. പക്ഷെ ഇവളുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ചേച്ചി ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ ആ കബറിടത്തിൽ കയറി പ്രാർത്ഥിച്ച് ആശുപത്രിയിലേക്ക് വരികയാണ്. ആശുപത്രിയിൽ വന്ന ഉടനെ മകളോട് പറഞ്ഞു, മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇന്ന് അൽഫോൻസാമയുടെ അവിടെ കയറി നിനക്ക് വേണ്ടി ഒരു നേർച്ച നേർന്നിട്ടാണ് വരുന്നത്, അതുകൊണ്ട് കൊച്ചിനെ പേടിക്കുകയേ വേണ്ട. എന്ത് നേർച്ചയാണ് നേർന്നതെന്ന് അറിയാമോ? ഈ അമ്മ പറയുകയാണ്, ഞാൻ അവിടെ കയറി അൽഫോൻസാമയുടെ കബറിടത്തിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, അൽഫോൻസാമേ, എന്റെ കുഞ്ഞ് ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ പോയി അവിടെ ഒരാശുപത്രിയിൽ നേഴ്സിന്റെ യൂണിഫോം ഇട്ട്, ആ ആശുപത്രിയുടെ യൂണിഫോം ഇട്ട് അവിടെ നേഴ്സായി ജോലി ചെയ്യുന്ന ആ നേഴ്സിന്റെ ഒരു ഫോട്ടോ ഞാൻ അൽഫോൻസാമയുടെ കബറിടത്തിൽ കൊണ്ടുപോയി വെക്കാം. ഇതാണ് ഞാൻ നേർന്ന നേർച്ച. ഇത്രയും പറഞ്ഞിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? 2 വർഷത്തിനുള്ളിൽ ഈശോ എൻ്റെ നേർച്ച നേരുവാനായിട്ട് അനുഗ്രഹിച്ചു. കരമുയർത്തി ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറും 2 കൊല്ലത്തിന്റെ ഉള്ളിൽ, മാസങ്ങൾ കൊണ്ട് ഈ കുട്ടിയുടെ അസുഖങ്ങളെല്ലാം അത്ഭുതകരമായി, ചികിത്സ പോലും ഇല്ലാത്ത രോഗമാണ്, കർത്താവ് സുഖപ്പെടുത്തി. ഇവള് ജർമ്മൻ ഭാഷ പഠിച്ചു. നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സായി. ജർമ്മൻ ഭാഷ പഠിക്കണമെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ എടുക്കും. പറയും, ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബുദ്ധിമുട്ടാണ്. രോഗവും സൗഖ്യപ്പെട്ട് ജർമ്മൻ ഭാഷയും പഠിച്ച് ജർമ്മനിയിൽ ചെന്ന് അവിടെ ഒരു ആശുപത്രി ജോലി ചെയ്യുകയാണ്. അതിന്റെ ഫോട്ടോ അൽഫോൻസാമയുടെ കബറിടത്തിൽ കൊണ്ടുപോയി നന്ദി പറഞ്ഞു വെച്ച് പ്രാർത്ഥിക്കാൻ 2 വർഷത്തിനുള്ളിൽ ഈ അമ്മയുടെ ആ ഒരു നേർച്ച നിറവേറ്റാൻ ദൈവം ഇടവരുത്തി. നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളുടെ ഒരു ദൈവമാണ്. ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളത് ഹൃദയത്തിൽ ചിന്തിക്കണം. കുറേ വിലകെട്ട ചിന്തകൾ, നിരാശയുടെ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, അതുമായിട്ട് നമ്മൾ ഇരിക്കരുത്. കരമുയർത്തി നല്ല ഉറക്കം പറഞ്ഞ ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വചനം. ജെറമിയ 32:27 അനേകർക്ക് അറിയാവുന്ന ഒരു വചനമാണ്. ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവം ചോദിക്കുക, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ഏതവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും എനിക്ക് നിന്റെ കാര്യത്തിൽ, നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും. നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് മനസ്സിലാക്കണം, അത് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവം പല പേരുകളിൽ ബൈബിളിൽ പഴയ നിയമത്തിൽ അറിയപ്പെടുന്നുണ്ട്. പല പേരാണ് ദൈവത്തിന്. ഒരിക്കൽ, അതായത് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം, ബൈബിളിലുള്ളവര് ആ തിരുവചന ഭാഗം
ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 13ഉം 14ഉം വചനങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13ഉം 14ഉം വചനങ്ങൾ. ദൈവം മോശയെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാനായി അവരുടെ നേതാവായി തിരഞ്ഞെടുത്ത് മോശയെ ഫറവോയുടെ അടുത്തേക്കും അതുപോലെ തന്നെ ഇസ്രായേൽക്കാരുടെ അടുത്തേക്കും പറഞ്ഞു വിടുകയാണ്. അപ്പോൾ മോശ ചോദിക്കുകയാണ്, ഞാൻ ഫറവോയുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, നിന്നെ പറഞ്ഞയച്ച ദൈവത്തിൻ്റെ പേരെന്താണ് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ അവരോട് എന്ത് പറയും? ഒരു ന്യായമായ ചോദ്യമാണ് മോശ ചോദിക്കുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. നേരത്തെയും ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം, എന്നാലും ഒന്നും കൂടി കേൾക്കണം. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? പേരെന്തു പറയും? നിന്നെ വിട്ട ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അപ്പോൾ കർത്താവ് പറയുകയാണ്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വചനം. ദൈവം ഇങ്ങനെ പറഞ്ഞു, നീ അവരോട് പോയി പറയുക, ഞാൻ തന്നെ എന്ന് പറയുക. ഇത് നിങ്ങൾ നേരത്തെയും കേട്ടിട്ടുണ്ടാവും. ദൈവത്തോട് പേര് ചോദിക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, നീ പറയേണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ പേര് ഞാൻ തന്നെ. ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നുകയില്ല. ദൈവം തന്നെ, ഞാൻ തന്നെ. അതിലെന്താണ് ഇത്ര വലിയ പ്രത്യേകത? പ്രത്യേകമായിട്ട് നമുക്കൊന്നും തോന്നുകയില്ല. എന്നാൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിൾ ആദ്യമായിട്ട് എഴുതിയ ഭാഷ നിങ്ങൾക്കറിയാം. ഏത് ഭാഷയാണ്? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം അറിയാവുന്ന ഒരു ഇരിപ്പാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്താ ഒന്നും മിണ്ടാത്തത്? ഏത് ഭാഷയിലാണ് ബൈബിൾ ആദ്യം എഴുതിയത്? ഇത് ചെറിയ ചോദ്യം ആയതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തത്. ഞങ്ങളോട് കുറച്ച് സ്റ്റാൻഡേർഡുള്ള ചോദ്യം ചോദിച്ചാലേ പറയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏതാണ് ബൈബിൾ ആദ്യം എഴുതിയ ഭാഷ? അറിയാവോ? പറഞ്ഞോ. ഹീബ്രു. നിങ്ങൾക്ക് നല്ലോണം അറിയാം. ഹീബ്രു ഭാഷയാണ്. ശരിയാണ്, ഹീബ്രു ഭാഷ. ഈ ഹീബ്രു ഭാഷയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ എന്നെങ്ങനെയാ പറയുക എന്നറിയാവോ? നിങ്ങൾ ആരും വിചാരിക്കരുത് അച്ഛൻ നിങ്ങളെ ഹീബ്രു പഠിപ്പിക്കാൻ വന്നാണ്. എനിക്കും അറിയത്തില്ല. പക്ഷെ ഈ വാക്ക് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായത്. ഞാൻ തന്നെ എന്ന് ഹീബ്രു ഭാഷയിൽ എങ്ങനെയാ പറയുന്നറിയാമോ? ഏഹിയെ എന്നാണ് പറയുക. ഏഹിയെ, ആഷർ, ഏഹിയെ. ഏഹിയെ ഇതാണ് ഒരു വാക്ക്. അത് 2 പ്രാവശ്യം പറയുന്നുണ്ട്, ആദ്യ അവസാനം. പിന്നെ അതിൻ്റെ നടുക്കൊരു വാക്ക് പറയുന്നുണ്ട്, ആഷർ. ഏഹിയെ, ആഷർ, ഏഹിയെ. ഒന്ന് കേട്ടാൽ മതി ശ്രദ്ധിച്ച്. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ഏഹിയെ എന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഞാൻ ആകുന്നു അല്ലെങ്കിൽ അവൻ ആകുന്നു. ഇതാണ് ഏഹിയെ എന്ന വാക്കിന്റെ അർത്ഥം. അവനാകുന്നു, അവനാണ്, അവനായിരിക്കും. ഇങ്ങനെ 3 അർത്ഥം ഏഹിയെ എന്ന വാക്കിന് പറയാം. ഏഹിയെ, ഞാനാകുന്നു, അവനാകുന്നു. ഞാനാണ്, അവനാണ്. ഞാനായിരിക്കും, അവനായിരിക്കും. ഇതാണ് ഏഹിയെ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി അതിന് നടുക്കൊരു വാക്ക് പറയുന്നുണ്ട്, ആഷർ. ആഷർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ആഷർ എന്ന വാക്കിന് 3 അർത്ഥമുണ്ട്. 3 അർത്ഥം. ഇംഗ്ലീഷിൽ 3 അർത്ഥമുണ്ട്. ഒരർത്ഥം ഇതാണ്, ബ്ലെസ്സിങ്. വേറൊരർത്ഥം ഇതാണ്, ഹാപ്പിനെസ്. വേറൊരർത്ഥം ഇതാണ്, ഫോർച്യുനേറ്റ്. ഇതാണ് 3 അർത്ഥം. അതിന്റെ മലയാളം എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? സന്തോഷം, അനുഗ്രഹം, ഭാഗ്യം. ഇതൊക്കെയാണ് ആഷർ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അത് കൂട്ടി വായിച്ച എന്താണെന്ന് അറിയാമോ? ഞാൻ അനുഗ്രഹം ആയിരിക്കും, ഞാൻ ഭാഗ്യം ആയിരിക്കും, ഞാൻ സന്തോഷം ആയിരിക്കും. സന്തോഷമാണ്, സന്തോഷമായിരിക്കും, ഭാഗ്യമായിരിക്കും, അനുഗ്രഹമായിരിക്കും. ഇതാണ് ശരിക്കുള്ള വാക്ക്. ഞാൻ തന്നെ എന്ന വാക്കിന്റെ ഒറിജിനൽ അർത്ഥം ഇതാണ്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, ആ വാക്കിനെ കുറിച്ച് ഒരു പൂർണ്ണ രൂപത്തിൽ നമ്മൾ ആ വാചകം പറഞ്ഞാൽ, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിച്ചത് കേൾക്കണം. ഒരു മനുഷ്യന് ദൈവം എന്താകണമെന്നാണോ അവൻ ആഗ്രഹിക്കുന്നത്, അത് അവന് ദൈവം ആയിരിക്കും എന്നാണ് ഞാൻ തന്നെ എന്ന വാക്കിന്റെ അർത്ഥം.
നമ്മൾ ഈ മലയാളത്തിൽ വായിക്കുന്നതിനേക്കാൾ ആഴമായ ഒരു അർത്ഥമാണ് ശരിക്കും ഞാൻ തന്നെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇനി ആ വാക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന് എന്താണോ ആവശ്യം അത് ദൈവം അവനായിരിക്കും. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആകും. ഇപ്പൊ ഒരു രോഗി ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അവൻ എന്താണ് വേണ്ടത്? സൗഖ്യമാണ് വേണ്ടത്. ഈശോ അവന് സൗഖ്യമായിരിക്കും. ഒരു കുടുംബം വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം ഒരു ശുശ്രൂഷയിൽ വന്ന്, ഒരു ധ്യാനത്തിന് വന്ന്, കൺവെൻഷന് വന്ന് ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ തകർച്ചയിൽ ആ തകർച്ച മാറ്റുന്ന വ്യക്തിയായിരിക്കും ഈശോ അവന്.